രാജ്യത്തിന്റെ ഭരണം തീരുമാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഏവരും ഒരു ധ്യാനം പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മോദി കഴിഞ്ഞ 2 തവണയായി തുടർന്നുവരുന്ന ധ്യാനം ഇത്തവണയും ഉണ്ടാകുമെന്നു തന്നെ എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മാത്രമേ നടക്കുകയുള്ളൂ എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അവസാനഘട്ട പോളിംഗ് നടക്കുന്നതിന് 2 ദിവസം മുൻപ് നരേന്ദ്രമോദി ധ്യാനത്തിനെത്തി. എത്തിയതോ ദക്ഷിണേന്ത്യയിലെ ചരിത്ര പ്രസിദ്ധമായ വിവേകാനന്ദപ്പാറയിലും. വിവേകാനന്ദപ്പാറയിൽ 45 മണിക്കൂർ ധ്യാനിക്കാനാണ് പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. 2019 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രധാനമന്ത്രി 2 ദിവസം ധ്യാനിച്ചിരുന്നു. അന്ന് ഉത്തരാഖണ്ഡിലാണ് ധ്യാനം നടന്നത്. എന്തായാലും ഇത്തവണ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി ധ്യാനിക്കാൻ എത്തിയതോടെ കന്യാകുമാരി ജില്ല കനത്ത സുരക്ഷാ വിന്യാസത്തോടെ ഒരു കോട്ടയായി മാറിയിട്ടുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കടലിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ സ്മാരകത്തിൽ പ്രധാനമന്ത്രിയുടെ താമസത്തിനായി കനത്ത സുരക്ഷ ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിൽ ധ്യാനം ഇരിക്കാൻ പോകുന്ന വാർത്ത ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തവണ അവസാനഘട്ട വോട്ടെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്താൻ തീരുമാനിച്ചത്? കഴിഞ്ഞ തവണ, അതായത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മോദി ധ്യാനത്തിനായി പോയിരുന്നു. വോട്ടെണ്ണലിന് 4 ദിവസം മുൻപാണ് മോദി ധ്യാനത്തിനായി കേദാർനാഥിലെത്തിയത്. അന്ന് ലോക്സഭാ വോട്ടെടുപ്പ് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് കഴിഞ്ഞിട്ടില്ല. അവസാനഘട്ടം നടക്കാനിരിക്കുന്നതേയുള്ളൂ. വോട്ടെടുപ്പ് ദിവസം, അതായത് നാളെ, മോദി ധ്യാനം അവസാനിപ്പിക്കുകയും ചെയ്യും. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പരസ്യ പ്രചരണ പരിപാടികൾ സമാപിച്ചതിന് ശേഷമാണ് മോദി ധ്യാനത്തിനായി എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ സമാപിച്ചത് പരസ്യ പ്രചരണമാണ്. ഇനി നടക്കാനുള്ളത് ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം. ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മോദി ധ്യാനത്തിനായി എത്തുന്നത് എന്ന് കരുതിയാൽ അതിലെങ്ങനെ തെറ്റു പറയാൻ കഴിയും? ഇതിനെ സാധൂകരിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഇത്തവണ, അതായത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 57 മണ്ഡലങ്ങളുടെ സാഹചര്യമാണ് അതിൽ പ്രധാനം. 2019 57 സീറ്റിൽ 32 സീറ്റിലും NDA ആയിരുന്നു വിജയിച്ചത്. അന്ന് UPIക്ക് ലഭിച്ചത് 9 സീറ്റുകൾ മാത്രമാണ്. ബാക്കി 16 സീറ്റുകളിലായി തൃണമൂൽ കോൺഗ്രസ്, BJD എന്നിവരും വിജയിച്ചു. എന്നാൽ ഇത്തവണ മാറിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ സാഹചര്യമാണ് BJPയെയും മോദിയെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. കർഷക സമരവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമെല്ലാം BJPക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രതികൂല ഘട്ടത്തിനെ ഏതെങ്കിലും രീതിയിൽ അനുകൂലമാക്കി മാറ്റാൻ നോക്കുക എന്നുള്ളതാണ് BJPയുടെ മുന്നിൽ ഇപ്പോഴുള്ള പ്രധാന അജണ്ട. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 57 സീറ്റിൽ 32 സീറ്റിലാണ് കഴിഞ്ഞ തവണ NDA മുന്നണി വിജയിച്ചതെന്ന് പറഞ്ഞുവല്ലോ. അതുപോരാ, ഇത്തവണ ഒരു 50 സീറ്റിലെങ്കിലും വിജയിക്കണം. നിലവിലെ സാഹചര്യമനുസരിച്ച് 20 സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവസാനഘട്ട വോട്ടെടുപ്പ് BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഏതു വിധേനയും എന്തെങ്കിലും കാണിച്ച് 10 വോട്ട് പിടിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകുമെന്ന് BJPക്കും മോദിക്കും നന്നായി അറിയാം. ഇലക്ഷൻ പരസ്യ പ്രചരണം കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെയുള്ള ഒരേ ഒരു വഴി നിശബ്ദ പ്രചരണമാണ്. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഭക്തി ജീവിതചര്യയുടെ ഒരു ഭാഗമായ നിലയ്ക്ക് ഉറപ്പിക്കാം. ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത് എന്ന്. അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി മണ്ഡലവുമുണ്ട്. മാത്രമല്ല, മറ്റു ചില പ്രമുഖരും ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശും പഞ്ചാബും അടക്കം 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 57 മണ്ഡലങ്ങളിലായി 904 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നരേന്ദ്രമോദിയുടെ വാരണാസി ഉൾപ്പെടെ ഒട്ടേറെ VIP മണ്ഡലങ്ങളും ഈ അവസാന ഘട്ടത്തിലുണ്ട്. നരേന്ദ്രമോദിക്ക് പുറമെ ഇത്തവണ മത്സരിക്കുന്ന പ്രമുഖരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബോളിവുഡ് നടി കങ്കണ റണാവത്താണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ BJPക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച് രംഗത്തെത്തിയിട്ടുള്ള നടിയാണ് കങ്കണ. ചില സമയങ്ങളിൽ കങ്കണ പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാകില്ല. എന്തിന്, അവർക്ക് തന്നെ മനസ്സിലാകില്ല. ഈ കാലത്തിനിടയിൽ ഇന്ത്യയിൽ ഒരേ ഒരു ബോളിവുഡ് നടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അത് ഞാനാണെന്നുമൊക്കെയാണ് കങ്കണ പറയുന്നത്. ചില സമയങ്ങളിൽ ഈ കങ്കണയുടെ പ്രസ്താവനകൾ BJPയെ തന്നെ ഏറിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ BJP അകപ്പെട്ടു പോകുന്ന ചില വിഷയങ്ങളിൽ BJPയുടെ കടുത്ത പ്രവർത്തകർ പോലും പ്രതികരിക്കാൻ മടിക്കുമ്പോൾ അവിടെ രക്ഷയ്ക്കായി എത്തുന്നത് കങ്കണയായിരിക്കും.
നിലവിലെ സാഹചര്യത്തിൽ കങ്കണയുടെ കാര്യത്തിൽ BJPക്ക് അത്ര ഉറപ്പില്ല. കങ്കണ തോറ്റാൽ അത് BJPയുടെ നിലപാടിനോടുള്ള എതിർപ്പ് കൂടിയായി വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടുതന്നെ കങ്കണ വിജയിക്കുക എന്നുള്ളതാണ് BJPയുടെ പ്രധാന അജണ്ടകളിൽ ഒന്ന്. 2019 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം കേദാർനാഥ് ഗുഹയിലാണ് നരേന്ദ്രമോദി ധ്യാനിക്കാൻ പോയത്. ചാരനിറത്തിലുള്ള പരമ്പരാഗത പഹാരി വസ്ത്രവും ധരിച്ച് 30 മിനിറ്റോളം പ്രാർത്ഥിച്ച മോദി മന്ദാകിനി നദിക്ക് സമീപം 11,755 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തിയിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രി ദേവാലയത്തിന് സമീപമുള്ള ഗുഹയിലേക്ക് പോയി കാവിഷാൾ പുതച്ച് ധ്യാനിക്കാൻ ആരംഭിച്ചു. ഏകദേശം 17 മണിക്കൂറുകളോളം അന്ന് നരേന്ദ്രമോദി ഗുഹയിൽ ചെലവിട്ടിരുന്നു എന്നാണ് കണക്കുകൾ. എന്തായാലും നരേന്ദ്രമോദിയുടെ ഈ പ്രാർത്ഥന കൊണ്ട് BJPക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുമോ എന്നും ലഭിക്കില്ലേ എന്നും 2 ദിവസത്തിനകം അറിയാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം.